ഗുഡ് ഈവനിങ്. How is going there? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എല്ലാവരും? കേൾക്കാം അല്ലേ? ഓക്കെ. നമുക്കെന്നാ തുടങ്ങാം ക്ലാസ്. തുടങ്ങാം ക്ലാസ്. Yes, ma'am. പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കാം മാം. കേൾക്കാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എവിടെ വരെ എടുത്തത്? നമ്മള് സ്റ്റോപ്പ് ചെയ്ത് എവിടെ വെച്ചാണ്? കുറച്ച് നമുക്ക് റേഞ്ച് കിട്ടാതെ വരെയും കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായല്ലേ നമുക്ക് ഇവിടെ, നെറ്റ് ഇഷ്യൂസ് അല്ലേ? ഒരുപാട് നെറ്റ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടായി. സാരില്ല, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ ക്ലാസ്സിലേക്ക്? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സില്? ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെയാണ് ഞാൻ എടുത്തത് ഓർക്കണുണ്ടോ ആരെങ്കിലും? സഫിയ ഓർക്കണുണ്ടോ മോളെ? ഭാവന പറഞ്ഞോളൂ. റിലേറ്റീവ് പ്രോണൗൺ വരെയായിരുന്നു പറഞ്ഞു. റിലേറ്റീവ് പ്രോണൗൺ വരെ പറഞ്ഞു അല്ലേ? അപ്പോ നമ്മള് എയ്തർ വെച്ചും നെയ്തറൊക്കെ വെച്ചൊക്കെ പറഞ്ഞത് ഓർക്കണുണ്ടോ? എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങോട്ട് നന്നായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? എയ്തറിന്റെ യൂസും നെയ്തറിന്റെ യൂസും ഒക്കെ നന്നായിട്ട് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം കേട്ടോ. മെസ്സേജ് ഇട്ടാലും മതി നിങ്ങൾക്ക്.
ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് പിന്നെ നമ്മളെ എന്താണ് മ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കണോ അല്ലെ, ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവും, ചിലർക്ക് കേൾക്കാൻ പറ്റാതെയൊക്കെ വരും അല്ലെ. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ആരെയാണോ ഞാൻ വിളിക്കുന്നത് അവരെ എന്ത് ചെയ്യുക, പറയുക. അപ്പോ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ ആർക്കൊക്കെ മനസ്സിലായില്ല എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്, എന്നിട്ട് നമുക്ക് തുടങ്ങാം. മെസ്സേജ് ഇട്ടോളൂ, മെസ്സേജ്. സഫിയ, സഫിയ. Yes, ma'am. മനസ്സിലായി. Safia, if you have any doubt in the former class, ഡോട്ട് മനസ്സിലായി till മിസ്. relative pronoun, we studied about so many pronouns. റേഞ്ച് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ചിലതൊന്നും ക്ലിയർ ആയില്ല. ഓക്കെ, ശരിയാണ് പറഞ്ഞത് അല്ലെ, റേഞ്ച് പ്രോബ്ലം അല്ലെ. ഡ്യൂ ടു ദ effect of network issues, so many students will not to they can't hear my class, so they are missed or not understand about that former classes. So I will go to that class till relative pronouns. Okay, and ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ സ്ലൈറ്റ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും എന്നോടൊന്ന് പറയണം കേട്ടോ. എന്നിട്ട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. എപ്പോഴാണ് അൺമ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. ഷെയർ സ്ക്രീൻ ചെയ്യുമ്പോ അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നോട് പറയണം. ഉണ്ടോ? കാണുന്നുണ്ടോ? സ്ലൈറ്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സ്ലൈറ്റ് കാണുന്നുണ്ടോ? ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്തെങ്കിലും സ്ലൈറ്റ് കാണാനുള്ള ഇഷ്യൂസ് ഉണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ കൈൻഡ്സ് ഓഫ് പ്രോനൗൺസില് all of you listen here. Kinds of pronoun അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Can you hear what I am saying? Yes, ma'am. Okay. Yes, ma'am. കേൾക്കുന്നുണ്ട്? Yes, ma'am. Yes, ma'am. Okay. Kinds of pronounsല് കൈൻഡ്സ് ഓഫ് പ്രോനൗൺസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൈൻഡ്സ് ഓഫ് പ്രോനൗൺസില് നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ്
pronouns അല്ലെ ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് pronouns ഫസ്റ്റ് we covered about the personal pronoun അല്ലെ we we understood about the personal pronoun. That's the first person. It is first person, second person, and third person also here അല്ലെ ഇതിനകത്ത് എന്തുണ്ട് ഫസ്റ്റ് പേഴ്സൺ ഉണ്ട് സെക്കൻഡ് പേഴ്സൺ ഉണ്ട് തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ അത് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല ഹലോ അറിയാം അല്ലെ എല്ലാവർക്കും മാം മാം ഹലോ സ്ക്രീൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യൂ. ചരിഞ്ഞിരിക്കുന്നത് മാം സ്ട്രേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഒന്ന് റൊട്ടേറ്റ് ചെയ്യൂ മാം. ഓക്കെ ഓക്കെ ഇപ്പോഴോ കാണുന്നില്ല. ഇപ്പൊ ഒരു എങ്ങനെയുണ്ട് നേരം സ്ക്രീൻ പക്ഷെ എഴുതുന്നത് ചരിഞ്ഞാണ് ഇപ്പൊ റെഡിയായോ മാം എഴുതുന്നത് എന്താണ് ചരിഞ്ഞിരിക്കുന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ മാം. ഓക്കെ ഓക്കെ അല്ലേ അപ്പോ പ്രോണൗണിനെ കുറിച്ച് നമ്മൾ പഠിച്ചതില് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലെ കൈൻഡ്സ് ഓഫ് പ്രോണൗൺസിനെ കുറിച്ച് ഒന്ന് പേഴ്സണൽ പഠിച്ചു പേഴ്സണൽ പ്രോണൗണിനെ കുറിച്ച് പഠിച്ചു രണ്ടാമത്തത് റിഫ്ലെക്സീവ് എന്താണ് പൊസഷൻ അല്ലെ പൊസസീവ് പ്രോണൗണിനെ കുറിച്ച് പഠിച്ചു തേർഡ് റിഫ്ലെക്സീവ് പ്രോണൗൺ എന്താണെന്ന് പഠിച്ചു അല്ലെ റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗൺ എന്താണെന്ന് പഠിച്ചു അല്ലെ ഇവിടം തുടങ്ങി ഞാൻ പറഞ്ഞുതരാം റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക് മുതൽ ഞാൻ എന്ത് ചെയ്യും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും അല്ലെ ചിലർക്ക് അറിയാൻ പാടില്ലല്ലോ റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക്കിനെ കുറിച്ച് അല്ലേ അറിയില്ല അറിയുമെങ്കിൽ അറിയുമെന്ന് പറയൂ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ ഞാനിത് വീണ്ടും പറയണോ റിഫ്ലെക്സീവ് ആൻഡ് എംഫാറ്റിക് പ്രോനൗണിനെ കുറിച്ച് പറയണോ വീണ്ടും പറയ് വേണ്ട മാം റിപ്പീറ്റ് ആ ചെയ്യണ്ട. എന്താണ് എന്താണ് പറഞ്ഞത് എന്നാണ് ഞാൻ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി കേട്ടോ ഒരു പ്രാവശ്യം കൂടി പറയാം ചിലർക്ക് പറയണമെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പറയണേണ് ചിലർ ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് റിഫ്ലെക്സീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിഫ്ലെക്സ് എന്നത് എന്താണ് റിഫ്ലെക്സ് എന്നുള്ളത് സയൻസിൽ പഠിച്ചിട്ടില്ലേ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ സയൻസില് പഠിച്ചിട്ടുണ്ടോ റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്ന് നിങ്ങള് ആരെങ്കിലും ഒരു എസ് ഓർ നോ പറഞ്ഞാൽ മാത്രമാണ് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ബോർഡിൽ എഴുതുന്നത് കൊണ്ട് നിങ്ങൾ ആരും എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കണില്ല അപ്പോ ആരെങ്കിലും എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മാത്രമാണ് എനിക്കത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുക റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ നിങ്ങൾ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് ഉണ്ട് അല്ലെ ഏത് ക്ലാസ്സിലാ പഠിച്ചേക്കണ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് പഠിച്ചായിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് പഠിച്ചത് ഏത് ക്ലാസ്സിലാ ഏതിലാണ് 10th അല്ലെ 10th ബയോളജിയിൽ നിങ്ങൾ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ അതിൽ പഠിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക്കിൽ പറയുന്നത് റിഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു ഒരു എന്താണ് മെഴുതിരിയിൽ കൊണ്ടുപോയി കൈവച്ചു എന്ന് വിചാരിക്കട്ടെ കൈവെക്കുമ്പോൾ അതിന്റെ ആക്ഷൻ അവിടെ നടക്കുന്ന ആക്ഷൻ എന്ത് ചെയ്യുന്നു അത് എന്താണ് പ്രേരകനാഡി വഴി പ്രേരകനാഡി സംവേദനാഡി സമ്മിശ്രനാഡി ഇത്തരം നാഡികൾ വഴി എവിടെ എത്തുന്നു ബ്രെയിനിലേക്ക് എത്തുന്നു ഇത്രയും പഠിച്ചിട്ടുണ്ടോ ബ്രെയിനിലേക്ക് എത്തുന്നു അല്ലെ ബ്രെയിൻ എത്തിയിട്ട് ആ മെസ്സേജ് എവിടെ എത്തുന്നു ഈ മെസ്സേജ് ആർക്ക് കിട്ടുന്നു കൈ പൊള്ളി എന്നുള്ള മെസ്സേജ് ബ്രെയിന് കിട്ടിയിട്ട് അതേ ആക്ഷൻ തിരിച്ച് എവിടേക്ക് തന്നെ പോകുന്നു എവിടെ പോകുന്നു ആ കൈകളിലേക്ക് ചെല്ലുന്നു അല്ലെ ആ കൈകളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു യു വിഡ്രോ അവർ ഫിംഗേഴ്സ് അല്ലെ അവർ ഫിംഗർ അല്ലെ നമ്മുടെ കൈ എന്ത് ചെയ്യും ബാക്കിലേക്ക് വലിക്കും അല്ലെ അതേ ആക്ഷൻ തന്നെയാണ് റിഫ്ലെക്സിൽ വരുന്നത് റിഫ്ലെക്സീവ് അതുകൊണ്ടാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പേര് വന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പേര് വരാൻ കാരണം അത് തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാല്
എന്താണ് ആ സബ്ജക്റ്റ് അല്ലെ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ദ ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്, സബ്ജക്റ്റിന്റെ ആക്ഷൻ ടേൺസ് അല്ലെ, വീണ്ടും എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നു അല്ലെ, ടേൺ ചെയ്തിട്ട് ഇതിലേക്ക് ടേൺസ് ബാക്ക് അല്ലെ, സബ്ജക്റ്റ് ആക്ഷൻ എന്ത് ചെയ്യുന്നു, ടേൺസ് ബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റിഫ്ലക്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് അപ്പോൺ ദ സെയിം സബ്ജക്റ്റ്, ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സീവ് ഓർ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. എംഫാറ്റിക് എന്ന് പറയുന്നതിന് വേറൊരു കാരണമുണ്ട് കേട്ടോ, അത് പറഞ്ഞുതരാം. അപ്പോ ആ സബ്ജക്റ്റിന്റെ ആക്ഷൻ ടേൺസ് ബാക്ക് അല്ലെ, ടേൺസ് ബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുകയോ ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുകയോ ചെയ്യുന്നതാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതായത് ഐ ഡിഡ് ഇറ്റ്, ഞാൻ അത് ചെയ്തു അല്ലെ, ഞാൻ അത് ചെയ്തു എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആരാ, സബ്ജക്റ്റ് ആരാണ്, സബ്ജക്റ്റ് ഐ അല്ലെ. ഐ എന്ന സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ ആക്ഷൻ എന്തെന്നാണ് ഇവിടെ, ഡിഡ് ഇറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. ആ ആക്ഷൻ എന്ത് ചെയ്യുന്നു, ആ ആക്ഷൻ എന്ത് ചെയ്യുന്നു, ആക്ഷൻ ടേൺസ് ബാക്ക് അല്ലെ, തിരിച്ച് ആർക്ക് തന്നെയാണ് അത് വരുന്നത്, അത് ആരെ റിഫ്ലക്ട് ചെയ്യിക്കും, ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കും. അങ്ങനെ ഐയെ റിഫ്ലക്ട് ചെയ്യിക്കുമ്പോൾ വരുന്ന റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് മൈസെൽഫ്. എന്തെന്നാണ് വരുന്നത്, മൈസെൽഫ് അല്ലെ. അപ്പൊ ഐ ഡിഡ് മൈസെൽഫ് അല്ലെ, ആരെ റിഫ്ലക്ട് ചെയ്യിച്ചു ഇവിടെ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഈ മൈസെൽഫ് റിഫ്ലക്ട് ചെയ്യിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ യു ആണെങ്കിൽ എന്താണ്, യു സിംഗുലർ ആയിട്ടും വരാം, യു പ്ലൂറൽ ആയിട്ടും വരാം. സിംഗുലർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം, യുവർ സെൽഫ്. എന്തെന്ന് ഉപയോഗിക്കണം, യുവർ സെൽഫ് എന്ന്. യു പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽഫ് എന്താണ്, യുവർ സെൽഫ് എന്ന് ഉപയോഗിക്കണം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ, അപ്പൊ അതുകൊണ്ട് ശബ്ദമൊക്കെ ചിലപ്പോ ക്ലിയർ ആയിന്ന് വരില്ല കേട്ടോ. ഇതുവരെ ക്ലിയർ അല്ലേ ശബ്ദം? യുവർ സെൽഫ് ക്ലിയർ ആണ് അല്ലെ, യുവർ സെൽഫ്. ഹി ആണെങ്കിൽ എന്ത് വരും, ഹി ആണെങ്കിൽ ഹിംസെൽഫ് എന്ന് വരും, ഹി ആണെങ്കിൽ ഹെർ സെൽഫ് എന്ന് വരും. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഹെർ സെൽഫ്. ഞാൻ യു പ്ലൂറൽ ആണെങ്കിൽ എന്താന്ന് പറഞ്ഞത്, അത് വരട്ടെ കേട്ടോ, അത് ഇതെല്ലാം കഴിയട്ടെ. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് സെൽഫ് എന്ന് വരും. ഇനി ദേ ആണെങ്കിൽ themselves. ശ്രദ്ധിക്കണം കേട്ടോ, ദേ ആണെങ്കിൽ themselves. യു പ്ലൂറൽ ആണെങ്കിൽ എന്തെന്ന് പറഞ്ഞു ഞാൻ, യുവർ സെൽസ്, SELVES, യുവർ സെൽസ് അല്ലെ. വി ആണെങ്കിൽ അവർ സെൽസ്, our selves. our selves അല്ലെ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പ്ലൂറലിന്റെ ഒക്കെ അവിടെ എന്താ വന്നിരിക്കണേ, സെൽസ് എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ, SELVES എന്നാണ് വന്നിരിക്കുന്നത്. സിംഗുലറിന്റെ അവിടേക്ക് എന്താ വന്നിരിക്കുന്നത്, SELF കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധ. അപ്പൊ പ്ലൂറൽ വരുമ്പോൾ, സിംഗുലർ വരുമ്പോൾ SELF ഉം, പ്ലൂറൽ വന്നാല് SELVES ഉം ആയിരിക്കും ഏതില് വരിക, റിഫ്ലെക്സീവ് വെർബില് വരിക. ഓർത്തോളം കേട്ടോ. ഓക്കെ അല്ലേ? അവൻ ഓഫീസിൽ അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് എങ്ങനെ പറയും? എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെ. വെരി ഗുഡ്, നല്ല കുട്ടികളാണ് കേട്ടോ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്?
ഓഫീസ്. ആ ഇൻ ദ ഓഫീസ് അല്ലെ. ഓഫീസിൽ അവൻ അവനെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു. ഇവിടെ ഷീ ആണെങ്കിലോ ഷീ ചേർക്കാം അല്ലെ. ഷീ ആണെങ്കിലോ പറയൂ. She introduced. She ഷീ ഇൻട്രോഡ്യൂസ്ഡ്. ഇവിടെ ആ ഹിമ്മിന്റെ സ്ഥാനത്ത് എന്താവും? ആ ഹിമ്മിന്റെ സ്ഥാനത്ത് ഹെർസെൽഫ് എന്ന് വരും. ആ ഹെർസെൽഫ്. ഇനി യു ആണെങ്കിലോ ആ യുവർ സെൽഫ്. വി ആണെങ്കിലോ വി വി ourselves. ആ ourselves. they ആണെങ്കിലോ they ആ themselves. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ആ കുറച്ച് രണ്ടൊന്ന് ഉദാഹരണം കൂടി കഴിയുമ്പോ നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഐ റിഫ്ലക്ട് ഡാഷ് ഇൻ ദ മിറർ. ഞാൻ ഇവിടെ ഏത് റിഫ്ലെക്സീവ് പ്രോനൗൺ ചേർക്കണം? Myself. ആ വെരി ഗുഡ്. മൈസെൽഫ് അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ് അല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിച്ചു. ഇതിൽ ഞാൻ ഏതെടുക്കണം? ഒന്ന് ചേർത്ത് നോക്കി. ആദ്യത്തെ ദ അംബർല ഈസ് യു എന്ന് പറഞ്ഞാല് അത് നമുക്ക് വേണ്ട അല്ലെ. ദ അംബർല ഈസ് യുവർ എന്ന് പറഞ്ഞാലും നമുക്ക് വേണോ? ആ എന്താണ്? ആ എന്താണ്? ദ അംബർല ഈസ് Yourself. അയ്യോ യുവർ സെൽഫ് എന്ന് ചേർക്കോ? ഞാൻ കറക്റ്റ് ഉത്തരം എഴുതില്ല. യുവർ സെൽഫ് എന്ന് എഴുതാൻ പാടുണ്ടോ അവിടെ? ആലോചിച്ചു. യുവേഴ്സ് എന്താണ് വരേണ്ടത്? യുവർ സെൽഫ് വരില്ല. യുവേഴ്സ് എന്താണ് വേണ്ടത്? അത് നിങ്ങളുടേതാണെന്നല്ലേ പറഞ്ഞത്. ഈ യുവർ സെൽഫിന്റെ ഒക്കെ അർത്ഥം എന്താണ്? അത് മനസ്സിലായിട്ടുണ്ടോ? മൈസെൽഫ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ തന്നെ അല്ലെ. എന്നെ തന്നെ എന്നൊക്കെ പറയൂലേ. ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയൂലേ. ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയൂലേ. യുവർ സെൽഫ് എന്ന് പറയുമ്പോ നീ തന്നെ അല്ലെ. നീ തന്നെ എന്നൊക്കെ പറയും. ഹിംസെൽഫ് എന്ന് പറയുമ്പോ അവൻ തന്നെ അല്ലെങ്കിൽ അവനെ തന്നെ എന്നൊക്കെ പറയും. അവൻ തന്നെ അവനെ തന്നെ അങ്ങനെ പറയും അല്ലെ. ഹെർ സെൽഫ് ആണെങ്കിലോ ഹെർസെൽഫ് ആണെങ്കില് അവളെ. അവൾ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അതിന്റെ മീനിങ് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങള് നോക്കണം. ഐ വാഷ്ഡ് ഡാഷ് ഇൻ ദ റിവർ. ഓൾറെഡി നമുക്ക് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വായിക്കുമ്പോ തന്നെ അറിയാം ഇവിടെ വരുന്ന റിഫ്ലെക്സീവ് പ്രോനൗൺ ഏതാണെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോ അറിയാം അല്ലെ. ഇവിടെ സബ്ജക്റ്റ് ആരാ ഇവിടെ നിൽക്കുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ഐ അല്ലെ. ഐ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്? മൈസെൽഫ് അല്ലെ. അപ്പൊ എല്ലാവരും ആൻസർ മൈസെൽഫ് എന്ന് എഴുതണം കേട്ടോ. എന്തായി? സംശയമുണ്ടോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലെ. അപ്പൊ ഞാൻ അടുത്തയിലേക്ക് പൊക്കോട്ടെ. ഇതിപ്പോ മനസ്സിലായല്ലോ. അടുത്തത് പറയാൻ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് എംഫാറ്റിക് എന്ന് വിളിക്കുന്നത് അല്ലെ. എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത് എംഫാക്ട് എന്ന് വെച്ചാൽ എംഫസൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ്? അല്ലെ. എന്താണ്? കൂടുതല് അതന്നെ.
ഊന്നലും എടുത്തോണ്ട് പറയാം. കാര്യം കൊടുത്ത് പറയുന്നു. ജോർജ് ബുഷ് emphasized his ideas in UN Assembly അല്ലെ? എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഐഡിയാസ് അദ്ദേഹം വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ ഊന്നി പറഞ്ഞു അല്ലെ? എവിടെയാ പറഞ്ഞത്? UN അസംബ്ലിയില്. ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ജോർജ് ബുഷ്. അപ്പോ ജോർജ് ബുഷ് emphasized his ideas in UN അസംബ്ലി അല്ലെ? അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ഹി ഡെലിവേർഡ് എ സ്പീച്ച് അല്ലെ? സ്പീച്ചിന് എന്താണ്? സ്പീച്ച് നടത്തി എന്ന് പറയുന്നത് എങ്ങനെ പറയും? ഡെലിവേർഡ് കേട്ടോ. ഡെലിവേർഡ് സ്പീച്ച് എന്ന് പറയാം നമുക്ക്. സ്പീച്ച് നടത്തി അല്ലെ? സംഭാഷണം നടത്തി എന്ന് പറയാം. ഓക്കെ ആണോ? അടുത്ത് പറയട്ടെ. എംഫസൈസ് അല്ലെ? നേരത്തെ പറഞ്ഞു ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ മൈസെൽഫ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അതായത് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ S+V+O ആണ്. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ മൈസെൽഫ് പോയിരിക്കുന്നത് ആരുടെ അടുത്താ? എവിടെയാണ്? ഏത് സ്ഥാനത്താ പോയിരിക്കുന്നത് മൈസെൽഫ്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് അല്ലെ? ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ മൈസെൽഫ് ആരുടെ അടുത്തേക്ക് വരുന്നു? വെർബിന്റെ അടുത്തേക്ക് വരുന്നു അല്ലെ? വെർബിന്റെ തൊട്ടു മുന്നിലായിട്ട് വരും അല്ലെ? അപ്പോ അപ്പോഴാണ് ഇതിനെന്ത് ചെയ്യുന്നു? കൂടുതൽ ഊന്നി പറയാനായിട്ട്, കൂടുതൽ എംഫസൈസ്. അതുകൊണ്ടാണ് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറഞ്ഞത്. കൂടുതലായിട്ടും എന്താണ് കുറച്ചും കൂടി എന്ത് ചെയ്യും അല്ലെ? സ്ട്രെസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്ത് വരും? മൈസെൽഫിനെ എവിടെ കൊണ്ടുപോകണം? ഡിഡിന് മുന്നിൽ കൊണ്ടുവരണം. ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ് അല്ലേ? വെരി ഗുഡ് അല്ലെ? ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്ന് ശക്തമായിട്ട് തന്നെ ഇവിടെ പറയണേ അല്ലെ? നേരത്തെ പറഞ്ഞപ്പോ ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലെ? ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് ആ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു അല്ലെ? ഇനി ശക്തമായിട്ട് അത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയാനായിട്ട് ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്. അത് ഞാൻ തന്നെയാണ് അല്ലെ ചെയ്തത് അല്ലെ? ഇനി അവര് തന്നെയാണ് പോയത് അല്ലെങ്കിൽ അവര് തന്നെയാണ് ചെയ്തതെന്ന് എങ്ങനെ പറയും? അവർ തന്നെയാണ് ചെയ്തത്. എംഫസൈസ് ചെയ്ത് പറയൂ. അവർ തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ? അല്ലെ? ഒന്ന് എംഫസൈസ് ചെയ്ത് പറഞ്ഞേ. They themselves did it. കിട്ടിയോ? You got it? Yes, ma'am. Did you got it? How to write emphatic pronoun? Okay. ഇത് എന്താണ്? റിഫ്ലെക്സീവിലേക്ക് ആണെങ്കിൽ എങ്ങനെ പറയും? They did it themselves. They did it themselves. Okay. ഓക്കെ എല്ലാവരും അല്ലെ? ഇപ്പൊ റിഫ്ലെക്സീവും എംഫാറ്റിക്കും അതേപോലെ കഴിഞ്ഞു അല്ലെ? അപ്പൊ നമ്മുടെ ആശയങ്ങളിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലിപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ തന്നെയാണ് ചെയ്തതെന്നോ, ഞാൻ തന്നെയാണ് വിളിച്ചതെന്നോ എന്നൊക്കെ പറയാൻ പറ്റൂലേ? ഒരാൾ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ സമയത്ത് ഒരാൾ പറയണ അവനാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇല്ല ഞാൻ തന്നെയാണ് ഇൻവൈറ്റ് ചെയ്തതെന്ന് എങ്ങനെ റിഫ്ലെക്സീവ് പ്രോനൗണിൽ പറയും? I myself invite them അല്ലെ? അവരെ ഞാൻ തന്നെയാണ് വിളിച്ചത് അല്ലെ? ഇനി എംഫാറ്റിക്കിൽ പറഞ്ഞു അല്ലെ? റിഫ്ലെക്സീവിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? I invite them myself. I invited. I invite myself അല്ലെ? ഞാൻ തന്നെയാണ് അവരെ വിളിച്ചത് അല്ലെ? I myself എന്താണ്? I invite myself
them അല്ലെ, ഞാൻ അവരെയാണ് എന്താണ് ഞാൻ തന്നെയാണ് അവരെ വിളിച്ചതെന്ന് എന്താണ് ഫ്ലെക്സീവിലും പറയാം, എംപാറ്റിക്കിലും പറയാം അല്ലെ. ഓക്കെ ആയോ? Yes, ma'am. ഓക്കെ ആണോ? ഇനി ഒരു സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ പറഞ്ഞാല് ചെയ്തോളൂല്ലേ എപ്പോഴെങ്കിലും ഒക്കെ? Yes, ma'am. അല്ലെ, ചെയ്യണം അല്ലെ, ചെയ്തേ പറ്റുള്ളൂ അല്ലെ. ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഇനി വൺ ആണെങ്കിലും വൺ സെൽഫ് നേർത്താൽ മതി കേട്ടോ. വൺ ആണെങ്കിൽ വൺ സെൽഫ് എന്ന് നമുക്ക് ചേർക്കാം. ഇനി എംഫാറ്റിക് കഴിഞ്ഞു. നമ്മൾ ഇനി പോകുന്നത് വേഗം പോകണം കേട്ടോ. എന്നാ ആ ടീച്ചർ എടുത്തത്രയൊക്കെ വേണം, നമ്മൾക്ക് ഇനി വെർബോ അതൊക്കെ കഴിയണ്ടേ, അതുകൊണ്ടാ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഡെമോൺസ്ട്രേറ്റീവ് അന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. കേട്ടോ? Yes, ma'am. Ma'am, ഒരു ഡൗട്ട്. ആ ആ I myself invite them എന്ന് പറയും. എന്താണ്? അത് നമ്മള് I myself invite them എന്ന് പറയില്ലേ, ആ അത് ആ നമ്മള് പിന്നെ ഏതിലാണ് വരുന്നത്? എംഫസൈസ് ഏത് പ്രൊനൗണിന്റെ അത് പറയുന്നത് ഇത് എംഫസൈസ് അല്ലാതെ റിഫ്ലക്റ്റീവ് ആണ് കേട്ടോ. മൈസെൽഫ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരികയായിട്ട് റിഫ്ലക്സ് ആണ്. മനസ്സിലായോ? റിഫ്ലെക്സീവ് ആണ്. അത് നേരെ വെർബിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് ആണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. I invite myself them എന്നുള്ളത് എംഫാറ്റിക് അല്ലേ? എംഫാറ്റിക് അല്ലേ? ഐ മൈസെൽഫ് ഇൻവൈറ്റ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എംഫാറ്റിക് ആണ്. ഐ ഇൻവൈറ്റ് മൈസെൽഫ് ദം എന്ന് പറഞ്ഞാല് എന്താണ്? റിഫ്ലെക്സീവ് ആണ് കേട്ടോ. ഓക്കെ. ഇനി ഡെമോൺസ്ട്രേറ്റീവ്. എന്താണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്? ഡെമോൺസ്ട്രേറ്റീവ് അതാണ്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ടു ഷോ. ആരെങ്കിലും ഇവിടുന്ന് TTCക്ക് പോയ ആൾക്കാരുണ്ടോ? TTC പഠിച്ച ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ഉണ്ടോ? TTC പഠിച്ച ആരെങ്കിലും ഉണ്ടോ? TTC കോഴ്സ് പഠിച്ചവരുണ്ടോ? No, ma'am. ഇല്ല, ആരുമില്ല അല്ലെ? ആ ഇല്ല. നിങ്ങളോട് ഇപ്പൊ MTയുടെ ഇതിലേക്കാണെങ്കിൽ നമ്മളൊരു കുറെ കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് അല്ലെ, നമ്മളോട് പറയുന്നത് നിങ്ങളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ നിങ്ങൾ എടുക്കുക ഡെമോൺസ്ട്രേഷൻ? നിങ്ങളൊരു ടീച്ചർ ആകുമ്പോൾ നിങ്ങളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, ഒരു ഡെമോ അല്ലെ, ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് വരുമ്പോൾ എങ്ങനെയായിരിക്കുള്ളൂ? നിങ്ങള് ചാർട്ടൊക്കെ ഉണ്ടാക്കി അല്ലെ, ഒരു ചാർട്ടൊക്കെ മേക്ക് ചെയ്തു, അതില് അക്ഷരങ്ങളൊക്കെ എഴുതി, ഓരോ ചിത്രങ്ങളൊക്കെ അക്ഷരങ്ങളൊക്കെ എഴുതി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഈ ചാർട്ടൊക്കെ വരച്ചിട്ട് നമ്മള് അതിന്റെ കൂടെ വരുമ്പോൾ ആപ്പിൾ എന്ന് ചേർക്കുക എന്ന് കുട്ടിയോട് പറയുന്നു അല്ലെ. അപ്പൊ ഒരു ചാർട്ട് വരയ്ക്കുന്നു അല്ലെ, നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കുന്നു, ചാർട്ടിന്റെ അവിടെ വന്നിട്ട് എന്ന് പറയുന്നു, എക്ക് അവിടെ ആപ്പിൾ എന്നുള്ളൊരു കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആപ്പിൾ എന്ന് കൊടുക്കുന്നു അല്ലെ. ബി പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു? നിങ്ങള് ബോൾ ആണെന്ന് അവിടെ ചിത്രത്തിൽ കൊടുക്കുന്നു അല്ലെ, എഴുതി കാണിക്കുന്നു അല്ലെ. ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഡെമോൺസ്ട്രേഷന് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്ത് കാണിക്കലാണ്? ഷോ അല്ലെ. അപ്പൊ ഇവിടെയും എന്ത് തന്നെയാണ്? ടു ഷോ ആൻഡ് ഐഡന്റിഫൈ അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ടു ഷോ ആൻഡ് ഐഡന്റിഫൈ എ നമ്പർ ഓഫ്, ഒരുപാട് നമ്പർ അല്ലെ, നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രൊനൗൺ അല്ലെ.
to show or ആണ്. To show or identify a number of nouns and pronouns അല്ലെ. Pronouns എങ്ങനെ? Pronouns according to far and near in distance. In distance എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫാർ ആൻഡ് നിയർ എന്നുള്ളത് അല്ലെ. അപ്പൊ ടു ഷോ ഓർ ഐഡന്റിഫൈ എ നമ്പർ ഓഫ് nouns and pronouns according to the പൊസിഷൻ അല്ലെ. ഇഫ് ഏറ്റവും ചിലതൊക്കെ അകലെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ നമ്പർ ഓഫ് നൗൺസിനെ അല്ലെങ്കിൽ പ്രോനൗൺസിനെ നമ്മൾ എന്ത് ചെയ്യണം? അവ നമ്മുടെ അടുത്താണോ അകലെയാണോ എന്ന രീതിയിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അത് മനസ്സിലായോ എല്ലാവർക്കും? Yes, ma'am. അപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് 4 തരത്തിലാണുള്ളത് കേട്ടോ. ഫോറിൻ നമ്പർ ആണ്. ആ ഫോറിൻ നമ്പറില് എങ്ങനെയാണ് 4 നമ്പേഴ്സ് വന്നിട്ട് ഒന്ന് എന്താണ് ഇപ്പൊ പറയണല്ലേ, ഞാൻ കാണിച്ചുതരാം. ഇത് നിയർ ആയിട്ടുള്ളത്. നിയർ ആണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ സിംഗുലർ ആണെന്ന് വിചാരിക്കുക. നിയർ ആണ്, സിംഗുലർ ആണ് എന്ന് വിചാരിക്കാം. ഇവിടെ പ്ലൂരൽ, ഇവിടെ എന്താണ്, ഇവിടെ ഫാർ ആണ്, ദൂരത്തിലാണ് അല്ലെ. അപ്പോ ഒന്നുകൂടി എഴുതാം. നിയർ, ഫാർ, സിംഗുലർ, പ്ലൂരൽ. മനസ്സിലാവണുണ്ടോ ഞാൻ എഴുതണത്? നിയർ, ഫാർ അല്ലെ. അപ്പോ ഒരു കുട്ടിയുടെ കയ്യില് എന്തുണ്ട്? ഇപ്പൊ എന്താണ്, ഒരു ആപ്പിള് കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുകയെന്ന് വിചാരിക്കാം. ആ കൊച്ചി എന്ത് പറയും? നമ്മളെ കാണിച്ചുകൊണ്ട് എന്താ പറയാ? This is an apple. ആൻ ആപ്പിൾ അല്ലെ. ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് പറയുന്നു. പിന്നെ ആ കുട്ടിയുടെ കയ്യില് ഒരു കുട്ടയിൽ നിറയെ എന്തുണ്ട്? ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കും. ഒരുപാട് ആപ്പിൾസ് ആ കൊച്ചിന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടി എന്ത് പറയണം? അല്ലല്ലോ, ദോസ് കേട്ടോ. ദിസിന്റെ പ്ലൂറൽ എന്താണ്? ദോസ്. പറയും those are apples. Those are apples. അതാണ് or identify കേട്ടോ. ഇനി അകലെയാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കുന്നു എന്നുള്ളത് അല്ലെ. ആ കുട്ടിയുടെ അകലെ ഇരിക്കുന്ന ഒരു ഡെസ്കില് ഈ ആപ്പിൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലോ ആ കുട്ടി എന്ത് പറയണം? അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവിടെ ദാറ്റ് ഉപയോഗിക്കാം അല്ലെ. ദാറ്റ് ഈസ് ആൻ ആപ്പിൾ എന്ന് ആ കുട്ടി പറയുന്നു. ഇനി ആ കുട്ടി അവിടെ തന്നെ നിൽക്കുന്നു. ആ ഡെസ്കിൽ കുറച്ചകലെയായിട്ടുള്ള ഡെസ്കിൽ കുറെ ആപ്പിൾസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്ത് പറയണം? ദാറ്റിന്റെ പ്ലൂറൽ എന്താണ്? ദോസല്ല, ദീസ് എന്നാണ്. അയ്യോ എന്റെ കുട്ടികളെ, ഞാനാണ് തെറ്റ് പറഞ്ഞത്. ഞാനാണ് തെറ്റ്. സോറി ദീസ് ആവട്ടോ. ദീസ് ആരെങ്കിലും പറഞ്ഞിരുന്നു? സോറി പറഞ്ഞത്. ദീസ് കേട്ടോ. ദീസ് ആർ ആപ്പിൾസ് ആണ്. ദിസ് എന്താവുന്നു? ദീസ് ആവുന്നു. പിന്നെ ദാറ്റ് എന്താവുന്നു? ദോസ് കേട്ടോ. ദോസ് ആർ ആപ്പിൾസ്. ഓക്കെ ആയിപ്പോ? അപ്പൊ ദിസ് വരുമ്പോഴ് ദിസിന്റെ പ്ലൂറൽ എന്തായിട്ട് വരുന്നു? ദീസ് വരുന്നു. ദാറ്റ് വരുമ്പോൾ ദോസ് വരുന്നു കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ദിസ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ എന്തെന്നാണ്? ദീസ് അല്ലെ. അതാണ് പ്ലൂറല്. ദാറ്റ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ഏതാണ്? ദോസ് ആണ് അതിന്റെ പ്ലൂറൽ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ?
ഇനി അടുത്തയിലേക്ക് പോട്ടെ കേട്ടോ. ഇനി കുറച്ചൊന്ന് ഇനിയുള്ളത് ഭാഗങ്ങളൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എല്ലാവർക്കും എപ്പോഴൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതില് ഇൻഡെഫിനിറ്റ് കുഴപ്പമില്ല, മനസ്സിലാവുമെങ്കിൽ പോലും ചിലപ്പോ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ചിലപ്പോ ചിലർക്കൊക്കെ പറ്റില്ല കേട്ടോ. അതായത് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്രോനൗൺ which does not have ഒരു സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് അവിടെ ഉണ്ടാവില്ല. അതായത് സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് എന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ സോ സംവൺ അല്ലേ? ഇവിടെ ഞാൻ ആരെയാ കണ്ടത്? ഇവിടെ ഞാൻ ആരെ കണ്ടു എന്ന് പറഞ്ഞത്? ഞാൻ ആരെങ്കിലും കണ്ടതായിട്ട് പറയുന്നുണ്ടോ? അല്ലെ? ഞാൻ ആരെയും കണ്ടതായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയാനായിട്ട് പറ്റില്ല. ഒരു റെഫറൻസ് ഇവിടെ വന്നിട്ടുണ്ടോ? ആരാണെന്നുള്ള റെഫറൻസ് നമുക്ക് ഇവിടെ ഇല്ല അല്ലെ? ഇപ്പൊ പറയണേ ഐ സോ രവി എന്ന് പറയുന്നത് അല്ലെ? അല്ലേ? You should get that answer from this statement അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ? കിട്ടുന്നു അല്ലെ? രവി എന്നുള്ള അല്ലെങ്കിൽ ദാറ്റ് ക്വസ്റ്റ്യൻ അല്ലെ? ആ ക്വസ്റ്റ്യൻ എന്നുള്ള ആൻസർ വി വിൽ ഗെറ്റ് ഫ്രം ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ അല്ലെ ആരാണ് കിട്ടുന്നത്? രവി എന്നുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു സ്പെസിഫിക് റെഫറൻസ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ? ആരെ കണ്ടു നിങ്ങൾ? ആരെ കണ്ടു എന്നും നമുക്ക് അറിയില്ല. അപ്പോ അങ്ങനെയാണ് ഐ സോ സംവൺ അല്ലെ? കണ്ടു അല്ലെ? സംബഡി കോൾ മീ. somebody called me അല്ലെ? എന്നെ ആരോ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. സംബഡി അല്ലെ? ആരാണെന്ന് നമുക്കറിയില്ല. that person is anonymous അല്ലെ? ഒരു അനോണിമസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം വിളിച്ചത്. അപ്പൊ എനിക്കറിയില്ല ആരാ വിളിച്ചതെന്ന് അല്ലെ? ആരോ വിളിച്ചു, എന്റെ നമ്പറിലേക്ക് ആരോ ഒരു കോൾ ചെയ്തു. somebody is called അല്ലെ? somebody called into my phone അല്ലെ? എന്റെ ഫോണിലേക്ക് ആരോ വിളിച്ചു അല്ലെ? പക്ഷെ ആൾ ആരാണെന്ന് നമുക്ക് സംബഡി എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്തില്ല? സ്പെസിഫിക് റെഫറൻസ് ഇല്ല അല്ലെ? സ്പെസിഫിക് ആയിട്ടുള്ള റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ? അങ്ങനെയുള്ള പ്രോനൗൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെഫിനിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അതില് ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡുകളാണ് എവരിതിങ്, all, each, none, enough, no one. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം വാക്കുകളൊക്കെ നമുക്ക് എന്തില് യൂസ് ചെയ്യാൻ പറ്റും? എവരിതിങ് indefinite is going all right അല്ലെ? എവരിതിങ് ഈസ് ഗോയിങ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിടിയിട്ടോ? എന്ത് കാര്യമാണ് നടന്നതെന്ന് ഇവിടെ പറയുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും അല്ലെ? അപ്പൊ അതിൽ ഏത് കാര്യങ്ങളുണ്ടാവാം അല്ലെ? പ്രത്യേകം നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. എവരിതിങ് ഈസ് ഗോയിങ് ഓൾ റൈറ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിൽ സ്പെസിഫിക്കേഷൻ ഇവിടെ
ഇല്ല അല്ലെ. പിന്നെ all can attend the class അല്ലെ. എല്ലാവർക്കും എവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും? ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. സ്പെസിഫിക്കേഷൻ ഉണ്ടോ അവിടെ? അതില് ഇല്ല അല്ലെ. സ്പെസിഫിക്കേഷൻ ഇല്ല. കാരണം ഓൾ എന്ന ഇതാണ് വേർഡാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ. പിന്നെ each student should go to recitation എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. each student should go to recitation അല്ലെ. ഞാനിവിടെ എവിടെ എന്തിനു പോകണം? എന്താ ഇതിന്റെ മീനിങ്? എന്താ റെസിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്? പറയൂ. പദ്യപാരായണത്തിന് പോണം. അപ്പൊ അതന്നെ. അപ്പൊ വേഴ്സിഫിക്കേഷൻ എന്താ? വേഴ്സിഫിക്കേഷൻ എന്താ? ഇതൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ. മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്. റെസിറ്റേഷൻ, കവിതാപാരായണം. വേഴ്സിഫിക്കേഷൻ എന്താ? അറിയോ ആർക്കെങ്കിലും? കവിതാരചനയാണോ? കവിതാരചന. അതന്നെ വേഴ്സിഫിക്കേഷൻ തന്നെ, കവിതാരചന കേട്ടോ. അപ്പോ ഞാനങ്ങനെ ഈച്ച് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോ ഓരോ കുട്ടികളും അവിടെയും സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അതും എന്ത് തന്നെയാണ്? ഇൻഡെഫിനിറ്റ് ആണ്. ഇനി ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 16 ടൈപ്പ് ഉണ്ട്. 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഉണ്ട്. ആ 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസില് എന്തൊക്കെ വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് സം, any, no, every. ഇനി സമ്മിന് കൂടിപ്പോയി കുറച്ചു വരാം. ഇനി സം വൺ എന്ന് ഞാൻ എഴുതി. അപ്പോ ഇനി വരുമ്പോ എന്ത് വരും? നിങ്ങൾ ആൻസർ പറഞ്ഞു തന്നെ എനിക്ക്. നോ ആണെങ്കിലോ? നോ വൺ. എവരി ആണെങ്കിൽ എവരി വൺ. എവരി വൺ. ഇനി സംബഡി. സംബഡി ആണെങ്കിൽ എനിബഡി. ഇനി നോ ആണെങ്കിൽ നോ ആണെങ്കിൽ നോബഡി. എവരി ആണെങ്കിൽ എവരിബഡി അല്ലേ. ഇനി സം, സംബഡി, സംവൺ. സംവൺ കഴിഞ്ഞു അല്ലെ. സംവൺ പറഞ്ഞില്ലേ? സംവൺ, സംബഡി, സംതിങ്. സംതിങ്. സംതിങ് ആണെങ്കിൽ സംവേർ എടുക്കട്ടെ. സംതിങ് ആണെങ്കിൽ എനിത്തിങ് അല്ലെ. എനിത്തിങ്, നത്തിങ് അല്ലെ. എവരിത്തിങ്. എവരിത്തിങ് അല്ലെ. കറക്റ്റ് അല്ലേ? ഇനി സംവെയർ അല്ലെ. സംവെയർ അല്ലേ.
anywhere, nowhere, everywhere. ഈ someone എന്ന് വെച്ചാൽ എന്താ മീനിങ് എന്താ someone? someoneന്റെ മീനിങ് എന്താണ്? ആരോ അല്ലെ? ആരോ. somebody എന്ത് തന്നെയാണ്? അത് തന്നെ ആരോ എന്നാണ് somebody. ആരോ. സംതിങ്. സംതിങ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കറിയാം സംതിങ് എന്താണെന്ന് മനസ്സിലായി? എന്താ പറഞ്ഞത്? എന്തെങ്കിലും അല്ലെ? കുറച്ച് അല്ലെ? കുറച്ച് എന്തെങ്കിലും കുറച്ചെന്നൊക്കെ ഉള്ള പറയൂലേ സംതിങ് അല്ലെ? ഇനി സംവെയർ എവിടെയെങ്കിലും അല്ലെ? ഇനി എനിവൺ എന്താ? എനിവൺ ഹലോ, അവിടെ വേറെ ആരാ സംസാരിക്കണേ? എനിവൺ മീനിങ് അല്ലെ? എനിവൺ എനിബഡി അല്ലെ? എനിബഡി അല്ലെ? ആരെങ്കിലും എന്നൊക്കെയുള്ള ആരോ അല്ലെ? ആരെങ്കിലും എന്നൊക്കെ ഒരു അർത്ഥത്തില് വരും അല്ലെ? എനിത്തിങ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും എനിവർ എവിടേക്കെങ്കിലും അല്ലെ? നോ വൺ ആരുമില്ല, നോബഡി ആരുമില്ല, നത്തിങ് ഒന്നുമില്ല, നോവെയർ എവിടേക്കുമില്ല കേട്ടോ. എവരി വൺ ഓരോരുത്തരും അല്ലെ? എല്ലാവരും അല്ലെ? എവരിബഡിയും അത് തന്നെയാണ് മീനിങ്. എവരിത്തിങ് എല്ലാം അല്ലെ? എല്ലാ കാര്യങ്ങളും എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാം. എവരിവെയർ എല്ലായിടത്തും അല്ലെ? അപ്പോ ഈ someone എന്നുള്ളതും somebody എന്നുള്ളതും നമുക്ക് എന്താണ്? നമുക്ക് എന്താണ്? someone called me അല്ലെ? someone called me അല്ലെ? എന്നെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞ സമയത്ത് somebody called me എന്ന് പറഞ്ഞാലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. someone പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ someone we can use also somebody. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? somebody. അതുപോലെ തന്നെയാണ് anyone and anybody. Okay, just like that, anyone and anybody, we can use anyone or anybody in that statement. No one or nobody, such as everyone and everybody. Okay, ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? someone എന്ന് ചേർക്കുന്നിടത്ത്, അതായത് ഞാനൊരു സെന്റൻസ് എഴുതുക. someone called me എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? someone അല്ലെ? ആരോ എന്നെ വിളിച്ചു. ആ someoneന് പകരമായിട്ട് instead of that someone we can use somebody. എന്ത് ഉപയോഗിക്കാം? somebody called me. ഇത് രണ്ടും എന്ത് തന്നെയാണ്? കറക്റ്റ് ആണെന്ന് മനസ്സിലായോ? Yes, ma'am. ഇനി അതില് someone അല്ലെങ്കിൽ സം വെച്ചുള്ളതെല്ലാം നമുക്ക് സം വെച്ചും നോ വെച്ചുള്ളതും എവരി വെച്ചുള്ളതെല്ലാം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഈ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ എനി എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മേക്കിംഗ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയാണ് എനി എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് did you go anywhere? Did you go anywhere? നീ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ അല്ലെ? പോയോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലെ? ഡിഡ് യു ഗോ എനിവേർ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഉത്തരം? നോ ആണെങ്കിൽ നോ അല്ലെ? എസ് ആണെങ്കിൽ എസ് അല്ലെ?
അപ്പൊ നോ എന്തുത്തരം കിട്ടും? പറയൂ. ഞാൻ ഒരിടത്തും പോയില്ല എന്ന് എന്തുത്തരം കിട്ടും? അപ്പൊ നമ്മൾ ആരുപയോഗിക്കണം? നോവെയറിന് ഉപയോഗിക്കണം കേട്ടോ. I did it. Go nowhere. I did go nowhere അല്ലെ? nowhere എന്ന് പറയുകയാണെങ്കിൽ നോയുടെ വേറെ ഇല്ല. I did go nowhere അല്ലെ? ഞാൻ ഒരിടത്തും പോയില്ല എന്നുള്ളത് കിട്ടും. ഇനി has anyone called me? ആരെങ്കിലും എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. ഹാസ് എന്നെ വിളിച്ചിട്ടുണ്ടോ അല്ലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനും ഉത്തരം കിട്ടും നോ അല്ലെ, ഇല്ല, അല്ലെങ്കിൽ യെസ്. ആർ യു ഡൂയിങ് എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആർ യു ഡൂയിങ് എനിത്തിങ്? മനസ്സിലായോ? ആർ യു ഡൂയിങ് എനിത്തിങ്? താങ്കൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ എന്ത് പറയും? യെസ്, ഐ ആം ഡൂയിങ് സംതിങ് അല്ലെ. ഞാൻ കുറച്ച് കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ നത്തിങ് എന്ന് പറയാം, ഒന്നുമില്ല, ഞാൻ എന്താണ്, ഐ ആം ഡൂയിങ് നത്തിങ് അല്ലെ. അങ്ങനെ പറയാം. ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. ഇനി ഞാൻ ഒന്ന് പറഞ്ഞത് ഇംഗ്ലീഷിലേക്കാക്കെ. ഞാൻ എവിടേക്കും പോകുന്നില്ല. I don't go anywhere. I didn't go anywhere. എന്താണ്? I don't go anywhere. I didn't go anywhere. Didn't go. I have no where to go. അല്ലേ? എനിക്ക് എവിടേക്കുമില്ല. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഐ ഹാവ് നോ വെയർ ടു ഗോ അല്ലെ. എനിക്ക് എവിടേക്കും പോകാനില്ല എന്ന് അർത്ഥത്തിൽ എന്ത് ഉപയോഗിക്കാം? എങ്ങനെ ഉപയോഗിക്കാം? ഇപ്പോ ഞാൻ എന്ന സ്ഥലത്ത് അവൻ ആണെങ്കിലോ എന്തുപയോഗിക്കും ഇത് വെച്ചിട്ട്? അപ്പോ ഈ വരുമ്പോൾ എന്തുപയോഗിക്കണം? ഹാവ് ഉപയോഗിക്കാം, ഹാസ് ഉപയോഗിക്കാം. He has. സിംഗുലർ. ഹി ഹാസ് നോ വെയർ ടു ഗോ അല്ലെ. അവൻ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, പോകണ്ട, അല്ലെ, പോകേണ്ടതില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം. ഇനി ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല എങ്ങനെ ഉപയോഗിക്കാം? ഇവിടെ എന്നുള്ളതിന് ഏതാണ്? There no one here. എന്തുവേ? ഹിയർ ഈസ് Nobody here. പറഞ്ഞോളൂ. നോ വൺ അല്ലെ. ഹിയർ ഈസ് നോ വൺ. ഇവിടെ ആരുമില്ല അല്ലെ. അല്ലെങ്കിൽ there is no one here അല്ലെ. there is no one എന്ന് ഉപയോഗിക്കാം. അവിടെ ആരുമില്ല എന്നും നമുക്ക് ഉപയോഗിക്കാം അല്ലെ. കഴിഞ്ഞ ദിവസത്തെ ഉണ്ടോ? എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയിൽ പങ്കെടുത്തു. എങ്ങനെ പറയും?
Everybody bus. Everybody. That everyone, everybody, അല്ലേ? Everyone no, everybody എന്ന് ഉപയോഗിക്കാം. Everyone Participated in the participated, അല്ലേ? In the participated in the പാർട്ടി. കഴിഞ്ഞ ദിവസത്തെ എന്നല്ല പറഞ്ഞത്. was വരത്തില്ലേ? In the was വരത്തില്ലേ? the last last night. അല്ലേ? In last day, അല്ലേ? കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ, കഴിഞ്ഞ ദിവസം, അല്ലെ? ഇതിന് മുന്നത്തെ ദിവസം എന്നുള്ളതിൽ നമുക്ക് എവിടെയാണ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേ. എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയില് പങ്കെടുത്തു എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. എവരിവൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, ദ ലാസ്റ്റ് ഡേ എന്നോ ദ ലാസ്റ്റ് നൈറ്റ് എന്നോ നമുക്ക് ഏത് നമ്മുടെ ആശയം അനുസരിച്ച് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, മാം ഒരു ഡൗട്ട്, ഈ എവരി വൺ എവരിബഡി ഉപയോഗിക്കാമല്ലോ? ഉപയോഗിക്കാം. ഇവിടെ എവരിബഡി എന്ന് ഉപയോഗിക്കാം. എവരിബഡി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ലാസ്റ്റ് ഡേ. പാർട്ടിസിപ്പേറ്റഡ് എവിടെയാണ്? ഇൻ ദ പാർട്ടി കേട്ടോ, നമ്മൾ എഴുതിയില്ല. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പാർട്ടി അറ്റ് ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് ഡേ കേട്ടോ, അറ്റ് ലാസ്റ്റ് ഡേ. എവരിബഡി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പാർട്ടി അറ്റ് ലാസ്റ്റ് ഡേ, അല്ലെ? കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയിൽ എല്ലാവരും എന്ത് ചെയ്തു? പങ്കെടുത്തു എന്ന് നമ്മൾ എഴുതി. ഓക്കെ, എവരിവണ്ണിന് പകരം എവരിബഡി എഴുതി കഴിഞ്ഞാലും നോ പ്രോബ്ലം കേട്ടോ. മാം അപ്പേ ഓക്സിലറി വെർബ് ചേർക്കണ്ടേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എന്താണ് ഓക്സിലറി വെർബ് ചേർക്കണ്ടേ? എന്താണ് എന്താണ് മോനെ? ഓക്സിലറി വെർബ് ചേർക്കണ്ടേ? ഹലോ, ഓക്സിലറി വെർബോ? വേണ്ട, ഇവിടെ ഓക്സിലറി വെർബ് വേണ്ട. ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കുള്ളൂ. എവരിബഡി വാസ് പാർട്ടിസിപ്പേറ്റഡ് എന്നാണോ? പങ്കെടുത്തിരുന്നു എന്നുള്ളതിലാണോ ഉദ്ദേശിച്ചത്? ഞാൻ പങ്കെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഓക്സിലറി ഉപയോഗിക്കാതിരുന്നത്. എവരിബഡി വാസ് പാർട്ടിസിപ്പേറ്റഡ്, അല്ലേ? കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാസ് പാർട്ടിസിപ്പേറ്റഡ് എന്ന് ഉപയോഗിക്കാം. എല്ലാവരും പങ്കെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവരിബഡി പാർട്ടിസിപ്പേറ്റഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ എന്നിട്ട് റിലേറ്റീവ് പ്രോണൗൺസ് ഒക്കെ നമുക്ക് എന്താണ്? ഹലോ, താങ്ക് യു. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ ഇതായിട്ട് നമ്മുടെ സിലബസിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. മനസ്സിലാവുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടില്ലെങ്കിലോ അതൊക്കെ നിങ്ങൾ എന്നോട് ഒന്ന് പറയണം. അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതേപോലെ നിങ്ങൾക്ക് അത് ചെയ്തു തരാം, കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ. കുഴപ്പമില്ല, ഇതുവരെ പോയത് മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് തന്നെ ഇതേപോലെയൊക്കെ തന്നെ മതി അല്ലേ? വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? അസൈൻമെന്റ് പോലെ എക്സാമ്പിൾസ് തന്നാൽ ഇങ്ങനെ തന്നെ മതി അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ മോഡ്യൂൾസ് അനുസരിച്ചിട്ടുള്ള നമ്മുടെ പോർഷൻസ് കവർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ പോവും. ആ മിസ് കൊറേ കൊറേ എടുത്തല്ലോ ആ മിസ് ഇല്ലേ? അത് സ്പീഡില് പോയതാണ്, മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സ്പീഡില് പോകുമ്പോഴേ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എക്സാമ്പിൾസ് പറയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. എക്സാമ്പിൾസ് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ചെയ്തോളാം. അപ്പൊ നമുക്ക് എന്താണ് വേറെ പിന്നെ മാം ഒരു സജഷൻ